ും സൈന്യത്തിൽ നിന്ന് അമ്പ്യന്മാർക്കൊക്കെ സന്തോഷമായി കഴിഞ്ഞില്ല ആ ശല്യം, ഇനി ആരും പറയാനില്ലല്ലോ. പക്ഷേ ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. ആ ചിതയിൽ നിന്ന് രണ്ട് ഉഗ്രരൂപികൾ അല്ലേ, പ്രതികാരദാഹവുമായിട്ട് രണ്ട് ശക്തികൾ ഉയർന്നെഴുന്നേറ്റു. അതൊന്ന് വീരനായി, ശ്രദ്ധിക്കുക, അതൊന്ന് വീരനായി, മറ്റൊന്ന് കുഞ്ഞിമംഗലത്തിൻ്റെ നാട്ട് പരദേവതയായി. ശ്രദ്ധിക്കുക, ഒന്ന് വീരൻ, മകൻ വീരനായിട്ടും അമ്മ കുഞ്ഞിമംഗലത്തിന് നാട്ടു പരദേവതയായിട്ടും മാറി. ആരാണ് ആ നാട്ടു പരദേവത? ഉത്തരം പറയാൻ പാടില്ല. ആദ്യം വാണിയാണ് കൈപൊന്തിച്ചത്. വീരചാമുണ്ഡി അമ്മ ആദ്യം കൈപൊന്തിച്ചത് അല്ലേ, വാണിയാണ്. അപ്പോ പറയാൻ പാടില്ല, പറഞ്ഞുകൂടാ. വീരചാമുണ്ഡി അമ്മ, അതാണ് നമ്മുടെ നീയാടിക്ക് ഉത്തരം പറഞ്ഞു. കൈ പെട്ടെന്ന് പൊക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ആരാണ് ആദ്യം പൊക്കുന്നതെന്ന്. ആ പൊക്കിയൊരു തെറ്റി പറഞ്ഞ ഫൈൻ കേട്ടാ. അപ്പൊ നിന്റെ ചാൻസ് കഴിഞ്ഞു, എന്ന് എനിക്ക് ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോ വീരചാമുണ്ഡി അമ്മക്ക് ഒരു ഗ്ലാസ് നിവേദ്യം കൊടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് നമുക്ക് വീരചാമുണ്ഡി അമ്മക്ക് കൊടുക്കാം. നാട്ടു പരദേവതയായ ആ വീരചാമുണ്ഡി അമ്മ ഇല്ലേ, തെക്കുംപാട് വീരചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണ് കുടികൊള്ളുന്നത്. മോലോത്ത് എന്ന് പറയും നമ്മളതിന്. ആ ക്ഷേത്രം എന്താ പറയാ? തെക്കുംപാട് മോലോത്ത്. പക്ഷേ അവിടെ പെട്ടെന്ന് അടിയിരുത്തിയില്ല. അമ്മ ഉഗ്രരൂപിയല്ലേ. അമ്മയും മകനും ഉറഞ്ഞ് ആടുകയാണ് അല്ലേ. അമ്മയും മകൻ എന്ത് ചെയ്തു? ഉറഞ്ഞാടിക്കൊണ്ട് ചിറക്കൽ കോലം ചുട്ടു ചാമ്പലാക്കാൻ വേണ്ടി കത്തിജ്വലിക്കുന്ന കണ്ണുമായിട്ട് ഇങ്ങനെ പുറപ്പെടുകയാണ്. ഒരു തരം പോക്കാണ് അല്ലേ. ചിറക്കൽ കോലം ചുട്ടു ചാമ്പലാക്കാൻ വേണ്ടി പുറപ്പെടുമ്പോ മാടായിക്കാവിൽ അച്ചി ഓർക്ക് സിഗ്നൽ കിട്ടി. ഈ പോക്ക് പോയാൽ രക്ഷയുണ്ടാവൂല, അത്രമാത്രം ഉഗ്രമൂർത്തിയായിട്ടാണ് പോകുന്നത്. അങ്ങനെ മാടായിക്കാവ് ഭഗവതി തിരുവട്ടൂർക്കാവ് അമ്മ, മാടായിക്കാവിൽ അച്ചി എന്ന് പറയുന്ന ആ ദേവത വഴിയിൽ ഇവരെ തടഞ്ഞു നിർത്തിയിട്ട് അവസാനം പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, പോട്ടെ ക്ഷമിച്ചോളാ. അപ്പോൾ എന്ത് വേണം? സമാധാനിപ്പിച്ച് ഇരുത്തണ്ടേ, കടയിരുത്തണ്ടേ. അങ്ങനെയാണ് അവരെ എവിടെ ഇരുത്തിയത്? തെക്കുംപാട് അല്ലേ, മോലത്ത് വീരചാമുണ്ടേശ്വരി ക്ഷേത്രം പണിത് അവരെവിടെ കുടിയിരുത്തി എന്നൊക്കെ പുരാണ കഥ. മറ്റൊരു കഥ കൂടിയുണ്ട്. അത് ഒരു ചിങ്കത്താനുമായി ബന്ധപ്പെട്ട കഥയാണ്. മീൻ പിടിക്കാൻ പോയ അല്ലേ ചിങ്കത്താന് കടലിൽ നിന്ന് ഒരു വിഗ്രഹം കിട്ടിയെന്നും ആ വിഗ്രഹം എടുത്തിട്ട് ഈ കുഞ്ഞാങ്ങലം തറവാട്ടിൽ ഏൽപ്പിച്ചുവെന്നും പിറ്റേ ദിവസം ആ വിഗ്രഹം അവരവിടെ പ്രതിഷ്ഠിക്കാൻ തയ്യാറെടുത്തുവെന്നും. അപ്പോൾ സാധാരണക്കാരൻ അന്ന് ദൈവ പ്രതിഷ്ഠ നടത്താൻ പറ്റൂല. ദൈവങ്ങളെ സൃഷ്ടിക്കാനേ പാവപ്പെട്ടവർക്ക് താണവർക്ക് കഴിയൂ. കല്ലിലും മരത്തിലും അല്ലേ കളിമണ്ണിലൊക്കെ ദൈവങ്ങളെ സൃഷ്ടിക്കാൻ താണജാതിക്കാർക്ക് പറ്റും. പക്ഷെ ആ ദൈവത്തെ പൂജിക്കാൻ അവർക്ക് അർഹതയില്ല. കല്ലിലും മരത്തിലൊക്കെ ഉണ്ടാക്കുന്നവരാണ് അന്ന് താണജാതിക്കാർക്കാണ്. ശില്പങ്ങൾ ഉണ്ടാക്കി ദൈവരൂപങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു? അത് മേൽജാതിക്കാർ ഏറ്റെടുത്തു. പിന്നെ അവർക്ക് അമ്പലത്തിലെ ഭാഗത്തെ പോയി കൂടുവോ? പൂജിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചിങ്കത്താന്മാര് കുഞ്ഞമംഗലം തറവാട്ടിൽ ഏൽപ്പിച്ച ആ വിഗ്രഹം എടുത്തിട്ട് പ്രതിഷ്ഠിക്കാൻ പുറപ്പെട്ടപ്പോ നേരത്തെ പറഞ്ഞ അതേ വില്ലന്മാരെന്നെ ചിറക്കൽ കൊല്ല തമ്പരാക്കന്മാർ തടഞ്ഞു. അപ്പൊ ഇവർക്ക് സങ്കടമായി. ഞങ്ങൾക്ക് കിട്ടിയ വിഗ്രഹം, ഞങ്ങളുടെ ദേവി വിഗ്രഹം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രതിഷ്ഠിക്കണം ഇല്ലേ. ഒടുവിൽ എന്ത് ചെയ്തു? അവർക്ക് അതിനുള്ള അനുവാദവും കിട്ടി. അതാണത്രേ വീരചാമുണ്ടേശ്വരി കെട്ടിയാടിക്കാൻ ചിങ്കത്താന്മാർ എന്ന സമുദായത്തിനാണ് അർഹത. പല സമുദായക്കാരല്ല തെയ്യം കിട്ടുന്നത് ഇല്ലേ. അങ്ങനെ മറ്റൊരു കഥ കൂടി, കഥ വലുപ്പത്തിലുണ്ട്, ചുരുക്കി പറയുകയാണ്. അങ്ങനെ മറ്റൊരു കഥ കൂടിയുണ്ട്. അങ്ങനെ ഓരോ നാടിനും ഉണ്ടാവും ഇതുപോലെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഓരോരോ പുരാണ കഥകൾ. അപ്പൊ നമ്മുടെ നാട്, നമ്മുടെ കുഞ്ഞിമംഗലം ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും ഒക്കെ നാടാണ്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇല്ലേ, ഒരുപാട് കാവുകളുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയൊക്കെ നാടായ ഈ കുഞ്ഞിമംഗലത്ത് ഒരുപാട് ഉത്സവങ്ങൾ നടക്കാറുണ്ട്. അതിൽ തന്നെ ഏറെ പ്രസിദ്ധമായ